ഇന്നലെ ഞാൻ യൂട്യൂബിലൊരു വീഡിയോ ഇട്ടപ്പോൾ നമ്മുടെ സുഹൃത്തിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, പിന്നെ എന്തിനാണ് ഇങ്ങനെ വീഡിയോ കിട്ടുന്നത്, കണക്ക് എൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് പോയാൽ പോലെ, എന്തിനാണ് ഇപ്പോൾ അതിൽ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് മെയിനാവും അതിനത്ര വലിയ ആളായി എന്നുള്ളത്. സത്യത്തിൽ ഞാൻ ആരുമല്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ള സംഭവം. ഞാൻ വീഡിയോ ഇടുന്ന എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, എനിക്ക് കിട്ടിയ ചെറിയ ചെറിയ നോളജുകളുണ്ടല്ലോ, നമുക്ക് അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്നത്, അത് നമുക്ക് ഒരാൾക്ക് ഷെയർ ചെയ്യാം. ചിലപ്പോൾ ഈ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളിൽ ഒരാൾക്കെങ്കിലും ചിലപ്പോൾ നമ്മുടെ പറഞ്ഞതൊരു ഇഷ്ടപ്പെട്ടിട്ട് അവരത് ഫോളോ ചെയ്തിട്ട് അവർക്ക് അതിൽ ബെനിഫിറ്റ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ സന്തോഷിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഇൻസ്റ്റയിലുണ്ട്, യൂട്യൂബിലുണ്ട്, യൂട്യൂബ് ചാനലുണ്ട്, ഇൻസ്റ്റ ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാത്തിലും നമ്മൾ ഇടുന്നുണ്ട്. അതിന് ഇൻകം ഒരു ഇൻകം ഇതുവരെയായിട്ടും കിട്ടിയിട്ടൊന്നുമില്ല. പക്ഷേ വെറുതെ രസമായിട്ട് ഇങ്ങനെ ചെയ്തു പോവുകയാണ്. നമ്മളിങ്ങനെ പറഞ്ഞ് ചിലപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും നമ്മളെ ഈ ടോക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവർക്ക് അതിൽ നിന്നൊരു എന്തെങ്കിലും ഗുണം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു പോയിൻ്റ് അല്ലേ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. അപ്പോൾ അതിനു വേണ്ടി മാത്രമാണ് ഞാൻ വീഡിയോ ഒക്കെ ഇടുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ചിലവർക്ക് അത് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തൊക്കെ നെഗറ്റീവ് നെഗറ്റീവ് കുറേ കേട്ട മനുഷ്യനാണ് ഞാൻ, ഇഷ്ടം പോലെ പല ടൈമിലും നെഗറ്റീവ് കേട്ട മനുഷ്യനാണ് ഞാൻ. അപ്പോൾ നമുക്ക് നെഗറ്റീവ് എന്ത് ചെയ്യില്ല, ഇങ്ങോട്ട് എടുക്കില്ല. നിങ്ങൾ ഇടുന്ന നെഗറ്റീവൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഉള്ളിലിട്ടിട്ടിട്ടിട്ട് അത് പോസിറ്റീവാക്കിയിട്ട് മാറ്റും. നമ്മളെ പരിപാടി ഇപ്പോൾ നിങ്ങൾ നെഗറ്റീവുകൾ പറയണം. നെഗറ്റീവുകൾ പറയുമ്പോഴാണ് സത്യം വരച്ച്. ഞാൻ നമ്മളെ ജിമ്മിൻ്റെ കാര്യം പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഒരുപാട് കാലമായി ഞാൻ വർക്കൗട്ട് തുടങ്ങിയിട്ട്, ഒരുപാട് കാലം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലമായി വർക്കൗട്ട് തുടങ്ങിയിട്ട്. പക്ഷേ നമുക്ക് നല്ലൊരു ഫിസിക്ക് ഉണ്ടാക്കി എടുക്കാനൊന്നും പറ്റിയില്ല. നമ്മളിങ്ങനെ വർക്കൗട്ട് ചെയ്യും, അങ്ങനെ ചെയ്യും, തോന്നിയ പോലെ ചെയ്യും. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല കാര്യങ്ങളൊന്നും പറഞ്ഞു തരാൻ ആളുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, എന്ത് സംശയം ആർക്കിട്ടും ചോദിക്കുകയും ചെയ്യാം. നമ്മളെ യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ടിപ്സുകൾ നമുക്ക് കിട്ടും. അപ്പോൾ ചിലർ ഇതുണ്ട് മറ്റേ ഫുഡ് അതാണ് മറ്റേ. പക്ഷെ നമുക്ക് ഞാൻ കണ്ടെടുത്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഫുഡ് പറ്റിക്കൊള്ളണമെന്നില്ല ചിലപ്പോൾ ചില ആളുകൾക്ക്. അപ്പം നമ്മുടെ ഫുഡ് അതായത് എങ്ങനെ പറഞ്ഞില്ല, അപ്പോൾ അതായത് ഓരോരോ ലെവലിലാണ് നമ്മളെ ഫുഡ്. ഓരോരുത്തരെ കണ്ടിട്ടാണ് ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ കഴിക്കുന്ന അതേ ഫുഡ് തന്നെ ഒരാൾ കഴിച്ചു കഴിഞ്ഞാൽ അതുപോലെ നമുക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഞാൻ വേറൊരാൾ കഴിക്കുന്ന ഫുഡ് ഫോളോ ചെയ്തിട്ട് ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് അയാളെ പോലെ ആവാൻ പറ്റില്ല. അതൊക്കെ ഓരോരുത്തരുടെ ബോഡി ജെനറ്റിക്സ്, ഓരോ ബോഡി അനാട്ടമി അതുപോലെ ഇതുപോലെ ഇരിക്കും. അപ്പോൾ അതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അതിൽ വെച്ചിട്ട് നിൽക്കണം. നമ്മുടെ അതൊക്കെ കിട്ടുന്ന സാധനത്തിനെ നമ്മൾ നല്ല രീതിയിൽ നല്ല ഫോക്കസ് ചെയ്ത് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുനടക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ അന്ന് ഇതേപോലെ ആരും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നിയ പോലെ കളിക്കായിരുന്നു. ഇപ്പം നമുക്ക് പറഞ്ഞു തരുന്ന ആളായി. ഡൗട്ടുകൾ ചോദിക്കാൻ യൂട്യൂബ് ഉണ്ട്, ജെമിനി ഉണ്ട്. അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ യൂട്യൂബിൽ വീഡിയോസ് ഉണ്ട്, ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, പല ഓപ്ഷൻസാണ്. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ തേടുന്ന പോലെ ചിലപ്പോൾ ആരെങ്കിലും ഇതിപ്പോൾ ഡൗട്ടുള്ള ആളുകൾക്ക് തേടിയിട്ട് കിട്ടുകയാണെന്ന് വെച്ചെങ്കിൽ അവർ കിട്ടിക്കോട്ടെ. ഫുഡിൻ്റെ കാര്യം ആയിക്കോട്ടെ, എന്തിൻ്റെ ആയിക്കോട്ടെ. ഫുഡിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ കേട്ടോ. ഫുഡിൻ്റെ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ ആഡ് ചെയ്യുക. ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രോട്ടീൻ ആഡ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നല്ല കാർബ് കുറച്ചിട്ടൊക്കെ കഴിക്കുക. കാർബ് വേണം വേണ്ട എന്നല്ല, വേണം. അത് 2, 3, 4 നേരത്തിൽ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ.